അപ്പോൾ എല്ലാവർക്കും derailleriലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ ഡിസ്ക് ബ്രേക്ക് എന്ന് വെച്ചാൽ റോട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ കൂട്ടാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ റോട്ടർ വീലിൽ നിന്ന് ഊരിയെടുത്ത് പോവാണ്. അപ്പം ചില വീലിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ത്രെഡഡ് ഹബിൽ തന്നെ ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ റോട്ടർ. പക്ഷേ ഇപ്പോൾ എൻ്റെ സൈക്കിളിൽ ജസ്റ്റ് എൽക്കി നെറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താണ് ഈ റോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊരു എൽക്കിയുടെ സഹായത്തോടെ ഞാനിപ്പം റോട്ടർ ഊരിയെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റോട്ടറിൻ്റെ അവസാന സ്ക്രൂ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രൂസൊക്കെ ഊരി കഴിയുമ്പം റോട്ടർ ഈസി ആയിട്ട് ഇങ്ങനെ പൊങ്ങി പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കിൻ്റെ ഇപ്പോഴത്തെ കോലം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ ഡിസ്കിനെ എങ്ങനെയാണോ ഈ റോട്ടർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് വരുന്നത് അങ്ങനെയാക്കി എടുക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണാതെ ഈ മോയ്സ്ചർ, തണുപ്പ്, വെള്ളം അങ്ങനെയൊക്കെ ഒന്ന് തുരുമ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വശത്ത് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് WD-40 തുണിയിലെടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ചെറുതായി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അതിനുശേഷം നമുക്ക് ഒരു സാൻഡ് പേപ്പർ വേണം, ചെറിയൊരു സാൻഡ് പേപ്പർ മതി. അത് ഉപയോഗിച്ച് നമ്മളിപ്പം WD-40 അപ്ലൈ ചെയ്ത് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തുരുമ്പ് മുഴുവനായിട്ട് നമുക്ക് കളയാനുള്ള ഒരു പ്രോസസ്സാണത്. ഓക്കെ, നമ്മുടെ സാൻഡ് പേപ്പറിന് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് WD-40 കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഇംപ്യൂരിറ്റീസ് എല്ലാം കളയാനാണ് അവിടുന്ന്. ഫ്രണ്ട്സ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുക്കണം. വെള്ളം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റോട്ടർ ക്ലീൻ ചെയ്യാനായിട്ടാണ്. അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി തന്നെ വേണം. സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഡിസ്കിൽ പറ്റിയിരിക്കുന്ന തുരുമ്പൊക്കെ WD-40 ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കളയുക. ഇപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കും സൈക്കിളൊക്കെ ചെയിൻ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നൊരു ബ്രഷാണ്. ആ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ റോട്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക സോപ്പ് വെള്ളത്തിലിട്ട്. അത് നമ്മുടെ പാഡ് പിടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു കരിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മണ്ണൊക്കെ കയറിയിരുന്ന് നമ്മൾ റൈഡ്സ് പോകുമ്പോൾ ഒത്തിരി ഡേർട്ട് കാര്യം കയറും. അതൊക്കെ മുഴുവനായി പോകാനാണ്. നിങ്ങൾക്ക് നോക്കിയപ്പോൾ കാണാം നമ്മുടെ സോപ്പ് വെള്ളത്തിൻ്റെ കളറ് ഇപ്പോൾ മാറിയിട്ടുണ്ട് നമ്മുടെ ഡിസ്ക് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളൊരു പാത്രത്തിൽ പ്യുവർ വാട്ടർ ഉപയോഗിച്ച് അതിലുള്ള സോപ്പ് മുഴുവനായിട്ടും കളയുക. സോപ്പ് ഇരുന്നാൽ തുരുമ്പിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എല്ലാ സൈക്കിളിൻ്റെയും ഡിസ്ക് ബ്രേക്കിൻ്റെ റോട്ടർ ഇരുമ്പാണ്. അപ്പം ഒരു ബ്രഷ് വെച്ച് അതിൻ്റെ സോപ്പ് കളയും. ഇപ്പം കുറച്ച് വെളുതായിട്ട് എനിക്ക് തോന്നും. ഇനി നമുക്ക് കുറച്ച് സിന്തറ്റിക് വിനെഗർ വേണം. അത് നമ്മൾ ജസ്റ്റ് ഒരു കപ്പിലെടുക്കുക. ദെൻ നമുക്കൊരു ടൂത്ത് ബ്രഷിൻ്റെ സഹായത്തോടെ നമ്മുടെ ഡിസ്കിൻ്റെ എല്ലാ വശത്തേക്കും എത്തിക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കിന് നല്ലൊരു കളറ്, നല്ല സിൽവർ കളർ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം നല്ലൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുക. ഒരു അംശം പോലും ഇല്ലാതെ തുടയ്ക്കുക. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് കുറച്ച് കെറോസിൻ എടുക്കുക. കെറോസിൻ എന്ന് വെച്ചാൽ മണ്ണെണ്ണ എടുക്കുക. അതൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ റോട്ടറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളൊരു ക്ലീൻ ക്ലോത്ത് കൊണ്ട് തുടച്ച് കളയുക. പക്ഷേ രണ്ടാമത് ഈ കെറോസിൻ വെച്ച് തന്നെ ഒരു പ്രോസസ്സ് കൂടെയുണ്ട്. അത് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ മറ്റേ കെറോസിനിലേക്ക് നമ്മുടെ ഒരു ക്ലോത്ത് മുക്കിയതിന് ശേഷം നമ്മുടെ റോട്ടർ ഫുള്ളായിട്ടും തുടച്ചെടുക്കുക. ഈ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു തുണി ഉപയോഗിച്ച് അതിന് ബാക്കി നിൽക്കുന്ന കെറോസിനൊന്നും കളയരുത്. കാരണം അത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേപ്പറായി പോകണം. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും സർഫസിൽ കെറോസിൻ ചാടിയാൽ അത് അപ്പം തന്നെ വേപ്പറായി പോകുന്നതാണ്. ഇത് നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിൻ്റെ സഹായത്തോടെ അത് വേപ്പറായി പോയാലാണ് നമ്മുടെ 100% റിസൾട്ട് ആണ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് അവിടെ ആ കാലിബർ കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് നൽകി കാണിക്കാം. അപ്പോൾ ഗൈസ്, ആ ജസ്റ്റ് ആണെങ്കിൽ അല്ലാതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്സ്, കാലിബർ എന്നാണ് അതിന് പറയുക. അപ്പം നമുക്ക് ചെറിയ പ്രോസസ്സ് ഉണ്ട്. ഒരു തുണിയിൽ കുറച്ച് മണ്ണെണ്ണ എടുത്തതിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്യുക.
നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാലിബർ പാഡ്സ് ഊരിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. ഞാനത് ഊരാൻ നോക്കിയിരുന്നു, പക്ഷേ അതിന് നല്ല പ്രഷർ വരുന്നുണ്ട്, ഹെഡ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഊരാക്കുന്നത്. ദെൻ നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഡിസ്ക് എങ്ങനെയാണോ ഊരിയ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലോണം ടൈറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തിരിവെട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കി തന്നെ ചെയ്യുക. പിന്നെ ആ എൽപി സ്ക്രൂവിൻ്റെ ഹെഡ് പോകാതെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റോട്ടറിലെ സ്ക്രൂ ഒക്കെ നമ്മൾ മുറുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണോ ടയർ ഊരിയത് അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. അത്യാവശ്യം നന്നായി ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ ക്വിക്ക് റിലീസാണ് ഫ്രണ്ടിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കണ്ടോളൂ, ഒരു ഉരച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.